മൈ ഗോഡ്, ഇത് വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്ന് പെട്ടുവിട്ടതേ വാട്ടർഫാള്. പക്ഷെ അതായത് കണ്ടോ എന്താ ബ്യൂട്ടി. നമ്മൾ ഒരു അത്ഭുത ലോകത്ത് എത്തിയ പോലെയാട്ടോ നമുക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മളിന്ന് വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ്, ഫുൾ ഫാമിലി ആയിട്ട്. റോഷ്നി, മക്കള് എല്ലാവരുമായിട്ട് ഹായ്, എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. 2 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് യോസെമിറ്റി നാഷണൽ പാർക്കിലേക്കാണ്. അതിരാവിലെ 1:45 നമ്മൾ ലോസ് ആഞ്ചൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 1:30 തുടങ്ങി നമ്മുടെ യാത്ര ഇപ്പോൾ രാവിലെ 5:30 ആയിരിക്കുകയാണ്. ഏകദേശം 167 മൈലോളം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. നേരം വെളുത്ത് തുടങ്ങി. ആദ്യം ഒരു റെസ്റ്റ് ഏരിയ നമുക്ക് കണ്ടായിരുന്നത്, പക്ഷേ അവിടെ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ റോഷ്നി ഓടിച്ചു, ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഇപ്പം ഏതായാലും ഒരു റെസ്റ്റ് ഏരിയ കിട്ടി, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. നേരം വെളുക്കണേക്ക് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. സമയം രാവിലെ 8 മണിയായി. റോഷ്നി ഓരോരുത്തർക്ക് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓരോ കവറിലാക്കി തന്നിരിക്കുകയാണ്. ഇഡ്ഡലിയും ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് കേട്ടോ. റോഷ്നി രണ്ടും കൽപ്പിച്ച് സെറ്റാക്കിക്കണേണ്. നമ്മുടെ ലോസ് ആഞ്ചൽസ് കഴിഞ്ഞാൽ പിന്നെ ലോസ് ആഞ്ചൽസിൽ നിങ്ങൾക്കറിയാം, ചെറിയ മലനിരകളും ചെറിയ കാടുകളൊക്കെ കഴിഞ്ഞ് ടൗണും മലനിരകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാണുന്നത് കൃഷിയിടങ്ങളും, പിന്നെ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് ഐറ്റംസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ട്രെയിനുകളും ഒക്കെയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. ഏകദേശം മണിക്കൂറുകളോളം നമുക്ക് ഈ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ശരിക്കും ഒരു തനി നാടൻ പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കനാലുകളൊക്കെ നമുക്കിവിടെ കാണാം, കൃഷി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും ഒരു ഉൾഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്കൊരു ഉൾഗ്രാമത്തിലൂടെ പോണൊരു പ്രതീതി ഉണ്ട് അല്ലേ. അതായത് നോക്കിയും ഇതൊരു റെയിൽവേ പാലമാണ്. കംപ്ലീറ്റ് മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ചെറിയൊരു തോട്. ഇത് എനിക്ക് സംശയമുണ്ട്, ഒറിജിനൽ തോടാണോ അതായത് കനാല് വന്നിരിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ഏരിയയിൽ മുഴുവൻ കൃഷിഭൂമികളാണ്. നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ചയൊക്കെ. ഇതുപോലെ 1-2 നമ്മൾ ഓൾറെഡി കണ്ടു. പോകുന്ന വഴിക്ക് ചെറിയൊരു തണലത്ത് നമ്മൾ നിർത്തിയേക്കുന്നുണ്ട്. കാരണം ഇവിടെ സമ്മറല്ലേ, അപ്പോൾ ചൂടുണ്ട്, വെയിൽ നല്ല ചൂടാണ്. പറഞ്ഞ പോലെ നമ്മൾ തണലത്തൊക്കെ നിർത്തിയാൽ കുഴപ്പമില്ല. അപ്പം നമ്മുടെ വണ്ടിയുടെ എന്താ പറയുന്നത്, ക്യാരിയർ വാങ്ങി നമ്മൾ ലോഡൊക്കെ ചെയ്തിട്ടാണ് പോണത്. ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട് ഏതൊരു സൈഡിൽ. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസ് അകത്ത് സേവ് ചെയ്യാൻ പറ്റി. ഇവിടെ ഇപ്പം റെയിൽവേ ക്രോസ് അടയുകയാണ്, ട്രെയിൻ വരുന്നത് നമുക്കൊന്ന് നോക്കാം. വേറെ സെക്യൂരിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇത് ചിലപ്പോൾ വലിയ ട്രെയിൻ ആയിരിക്കട്ടെ. കുറേ നാളത്തെ ആഗ്രഹമാണ് വലിയ ട്രെയിൻ ഫുള്ളൊന്ന് കാണണം എന്നുള്ളത്. ഒരു 12 സെക്കൻഡിലാണ് ഈ ട്രെയിൻ പോയേക്കുന്നത്. നമുക്ക് എത്ര സെക്കൻഡ് ഇത് ട്രാവൽ ചെയ്ത് പോകും നോക്കാം. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ഇവിടുത്തെ ട്രെയിനൊക്കെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നീളമുണ്ട്. ഇത് അത്രയും വലുതാണെന്ന് നോക്കാമല്ലോ. നിൽക്കുന്ന ഭാഗത്ത് കുലുങ്ങുണ്ട് കേട്ടോ.
ട്രെയിലറിൻ്റെ ബോഗികളാണ് ഈ കൊണ്ടുവന്നത്, ലോറിയുടെ. ട്രെയിൻ തീർന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിലും നീളമുള്ള ട്രെയിനുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി കാഴ്ചയായിരുന്നല്ലേ. ഇതിലും വലിപ്പമുള്ള ട്രെയിൻ ഉണ്ടെന്നാണ് എനിക്ക് ചില സ്ഥലത്തൊക്കെ നമ്മൾ ട്രെയിൻ പോകുന്ന കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ യാത്ര തുടരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും ഒരു തനി നാടൻ ഉൾപ്രദേശം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സ്ഥലം ഇവിടെ വന്നിട്ട് കാണുന്നത്. കൃഷി ആണ് മൊത്തത്തിൽ ഈ ഏരിയയുടെ ഒരു പ്രധാന എന്താ പറയുക വരുമാനം. കാർഷിക ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറികൾ, വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. അമേരിക്കയുടെ ഉൾനാട്ടിലൂടെയാണ് പോണത്. കാലിഫോർണിയയുടെ ഉൾനാട്ടിലൂടെ എന്ന് പറയണം. കാലിഫോർണിയയുടെ നോർത്തേൺ കാലിഫോർണിയ എന്ന് പറയാൻ പറ്റില്ല. പല ടൈപ്പ് കൃഷികൾ നമ്മൾ പോരണ വഴി കണ്ടു കേട്ടോ. നാട്ടിലെ പോലെ പൊക്കം കുറഞ്ഞൊരു കൃഷി കണ്ടു. ഇത് എന്താണെന്ന് നോക്കാം. ഓ, അത് ക്യാപ്സിക്കം ആണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. ഇത് ക്യാപ്സിക്കം ഉണ്ടായി കിടക്കുന്ന നോക്കി. നല്ല വലിപ്പമുള്ളതുണ്ടോ. എൻ്റെ ഇതൊക്കെ കേടായി കിടക്കുവാണ്. ദൂരം ഉണ്ടായി കിടക്കണേ. നിറച്ച് ഭയങ്കര വലുത്. ക്യാപ്സിക്കം തോട്ടം. ഈ സൈഡ് ചോളമാണോ എന്നറിയില്ല കേട്ടോ. കണ്ടിട്ട് ചോളം പോലെയുണ്ട്. പിന്നെ ഈ സൈഡിൽ എന്താണ് ഉണ്ടായി കിടക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. ആപ്പിളാണോ, ആപ്പിളിൻ്റെ എന്താണെന്നൊരു സംശയമുണ്ട്. കംപ്ലീറ്റ് ഇതുപോലെയുള്ള കൃഷികളാണ്. അതൊക്കെ നമ്മൾ യോസെമിറ്റി എത്തുന്നതിന് മുമ്പ് യോസെമിറ്റി ഒരു ലേക്ക് ഉണ്ട്, അവിടെ കയറിയിട്ടാണ് പോകാൻ പോകുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. യെസ്, യോസെമിറ്റി ലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അധികം വലിപ്പമുള്ള ലേക്കല്ല, ചെറിയൊരു ലേക്കാണ്. പക്ഷെ നമുക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു ഇടത്താവളം തന്നെയല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും. ഹായ് ആലിം, ഹൗ ആർ യു? ഗുഡ്. യെസ്, അടിപൊളി ലേക്ക് താഹ പോലെയുണ്ട്. ലേക്ക് താഹ പോലെയുണ്ടോ? മുമ്പത്തെ വീഡിയോ ആണോ? റോഷ്നി ആൻഡ് ഐഷ. എങ്ങനെയുണ്ട്? ഇഷ്ടായാ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ട്രിപ്പ് മൊത്തത്തില്? ഫുഡ്? എന്താ ചുണ്ടത്ത് എന്തിരിക്കുന്നേ? അമേരിക്കയിലെ എല്ലാ ലേക്കിലും ഇതുപോലെ താറാവുകളുണ്ട് കേട്ടോ. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ ആണ്. ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിക്കാം. നമ്മൾ ഓൾറെഡി ആ റെസ്റ്റ് ഏരിയയിൽ വെച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാമായിരുന്നു. കണ്ടോ, ഇഷ്ടംപോലെ ബെഞ്ചും കാര്യങ്ങളും. റെസ്റ്റ് റൂം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? റെസ്റ്റ് റൂം ഉണ്ടാവുമായിരിക്കും അവിടെ അല്ലേ? ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള ഏരിയ കണ്ടോ. ഓരോ ഫാമിലിയൊക്കെ വന്നിട്ട് അവരവരുടെ ബോട്ടിലാണ് എടുത്തോട്ട് പോകുന്നത്. നമ്മൾ ബംഗൂറിൽ നിന്നപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം മഴ പെയ്ത് കഴിഞ്ഞിട്ടും ഒരു ചൂടുണ്ടെന്ന്. അതും രാത്രി ഒരു 8 മണിയായപ്പം. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ സമയം രാവിലെ അല്ല, ഉച്ചയ്ക്ക് 11:30 12 മണി ആവാറായി. എന്നിട്ട് പോലും നമ്മൾ ഈ ഒരു തണലത്ത് നിൽക്കുമ്പോൾ ഒരു തണുപ്പ് കാറ്റുണ്ട്. അതാണ് കാലിഫോർണിയയുടെ ഒരു പ്രത്യേകത. ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ ലോസ് ആഞ്ചലസിലൊക്കെ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. പക്ഷേ നമുക്കൊരു തണൽ കിട്ടിയാൽ, അതല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല ഒരു AC ക്ലൈമറ്റ്, അതൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അതുകൊണ്ട് തന്നെയാണ് ഈ ലോസ് ആഞ്ചൽസും ഒക്കെ ഇത്രയും വലിയ ഒരു ലോക ഭൂപടത്തിൽ തന്നെ ഇത്രയും ഹിറ്റാവാനുള്ള കാരണം ഇവിടുത്തെ ക്ലൈമറ്റാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ വന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ സ്വന്തം ലോസ് ആഞ്ചലസ്. നമുക്കിതുപോലെ ഓരോ തരികളും എക്സ്പ്ലോർ ചെയ്ത് പോണതാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് എവിടെയെങ്കിലും പോയി ഓടി ജസ്റ്റ് കണ്ടിട്ട് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബംഗോർ പോയിട്ട് അവിടുന്ന് തൊട്ടടുത്താണ് അക്കേഡിയ നാഷണൽ പാർക്കിൽ നമ്മളവിടെ പോകാതിരുന്നത്. എന്താ പറഞ്ഞാൽ അക്കേഡിയ നാഷണൽ പാർക്ക് നമുക്ക് അതിൻ്റേതായ രൂപത്തിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് കാണാനുള്ളതാണ്. പോകുന്ന ഏരിയ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും പോകാം. നമ്മുടെ ലേക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 75 മൈൽസ് ഉണ്ട് നമ്മുടെ യോസെമിറ്റി നാഷണൽ പാർക്സിൻ്റെ ബിഗ് ഓക്ക് ഫാൾസ് എന്ന് പറയുന്ന വിസിറ്റർ സെൻറ്ററിലേക്ക്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വിസിറ്റർ സെൻറ്ററാണ് ഏറ്റവും അടിപൊളി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണ എല്ലാ നാഷണൽ പാർക്കിനും അമേരിക്കയിലെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല എൻട്രൻസ് ഉണ്ടാവുക. ഇവിടെ നാഷണൽ പാർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ്. അപ്പോൾ ഇതിന് പല എൻട്രൻസുകളുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഏത് എൻട്രൻസാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന് വരുമ്പോൾ വേറെ പല എൻട്രൻസുകളാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആദ്യം കാണിക്കുന്നത്. പക്ഷേ അതിലേറ്റവും ബെസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ബിഗ് ഓക്ക് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എൻട്രൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഇത് നല്ലതാണോ എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന അടിപൊളി ഒരു ലേക്ക് ജസ്റ്റ് കഴിഞ്ഞു പോയി. നമ്മൾ ഈ കാണുന്ന ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഏരിയയൊക്കെ പുല്ല് ഉണങ്ങി കിടക്കുന്നതാണ്. സമ്മർ ആയതുകൊണ്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ ജൂലൈയിലാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു വിൻ്ററിൽ ആ സമയത്തൊക്കെ വരുന്നെങ്കിൽ അടിപൊളി ഒരു കാഴ്ചയായിരിക്കും കേട്ടോ. ഇവിടെ ഗ്രീനറി ആയിട്ട് കിടക്കുന്നുണ്ടാവും. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. നമ്മൾ ആദ്യം കാണുന്നത് ഡ്രൈ ആയിട്ട് കിടക്കുന്ന പുൽപ്രദേശം, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ദൂരെ ഗ്രീനറി കാണാം. സൂപ്പർ. പോരുന്ന വഴിയിൽ നമുക്കൊരു ഹെൻഡേഴ്സൺ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് കണ്ടു. അതിനുശേഷം ഏകദേശം ലെഫ്റ്റ് സൈഡിൽ വീടുകളും റൈറ്റ് സൈഡിൽ ഒരു ചെറിയ രീതിയിൽ ഫോറസ്റ്റും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ലേക്ക് പോലെ കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നിർത്തി ഒന്ന് നോക്കാം. നമ്മുടെ വണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ലേക്കിൻ്റെ ഒരു പാർട്ട് കാണാം. പക്ഷേ ആ ഫ്ലോ ഉള്ള ഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ്. താഴേക്ക് ഇവിടെ ആളുകൾ വന്നിട്ട് ബോട്ടിങ് പരിപാടികളെല്ലാം ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പുഴയാണ്, അധികം വെള്ളമില്ല. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർ വണ്ടിയിൽ കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട. നമുക്കും ഇതൊക്കെ വാങ്ങിയിട്ട് വരാം. അവിടെ ഒരു ഗൈഡ് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഗൈഡാണോ അത് പുള്ളി ചൂണ്ടിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്? ചൂണ്ടിട്ടേക്കുന്നതായിരിക്കുള്ളൂ. ഗൈഡൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് കണ്ടത് ആ പോർഷനാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ. പക്ഷെ എന്തായാലും നമുക്ക് പോകാം. ഇതുപോലത്തെ 100 കണക്കിന് പ്ലേസുകൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേക്ക് മക്സ്വൈൻ ആ ഒരു ഭാഗത്താണ്. ഇനി നമുക്കിങ്ങനെ പോയി 70 മൈൽ പോയിട്ടാണ് നമ്മുടെ ഹാഫ് ഡോമൊക്കെ എവിടെയായിട്ട് വരും. ഹാഫ് ഡോം കണ്ടല്ലേ, ഇവിടെ ഹാഫ് ഡോം. അത്രയും ദൂരം നമുക്കിനി പോകാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് സെക്വേഡ് അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം ഒരു പേടി തോന്നുന്ന രീതിയിലേക്കായിരുന്നു. കാരണം വിജനമായ ഏരിയകൾ മാത്രമായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ അവിടെയൊക്കെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഓരോ വീടുകളും അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിനായിട്ടുള്ള ഷെഡുകളും അതുപോലെ പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഇതുള്ളതുകൊണ്ട് നമുക്കൊരു ജനവാസ മേഖലയായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ ഇതുവരെ. പക്ഷേ നമ്മൾ എന്താ പറയുക, സെക്വേയിൽ പോകുമ്പോൾ ഫുള്ള്, അതും നമ്മൾ രാത്രിയാണ് പോയത്, ഭയങ്കര ഒരു വിജനമായൊരു ഏരിയ പോലെയായിരുന്നു. ശരിക്കും ഇത്തിരി ടെൻഷനാവും നമ്മൾ പോണ വഴിക്ക്. ഇവിടെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. ദാ ഈ ഭാഗം തീ പിടിച്ച് കെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരാശ്വാസം. ഈ അടുത്ത ദിവസം തീ പിടിച്ച പോലെയുണ്ട് കേട്ടോ കണ്ടിട്ട്. ഈ വൈക്കോല് കൂട്ടിയിട്ടേക്കുന്ന പോലെ ആയിരക്കണക്കിന് ഏക്കറിൽ ഒരു തരി തീ പിടിച്ചാലുള്ള അവസ്ഥ എന്താ അല്ലേ? എന്തായാലും ഇവിടുത്തെ സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ധൈര്യമായിട്ട് പോകാം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി. അതിൻ്റെ അകത്തൊരു കിളിയുടെ കൂടൊക്കെ
പോകുന്നത് മരുഭൂമിയിലൂടെ അല്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ വിജനമായിട്ട് നടത്തിയിട്ടുള്ളത് മരുഭൂമിയിലൂടെയാണ്. പുല്ലുണങ്ങി നിൽക്കുന്നിടത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. നിങ്ങളെ ഇവിടുത്തെ പരിസരം ഒന്ന് കാണിച്ചു തരാതിരിക്കാൻ പറ്റുന്നില്ല, അത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ നിർത്തിയ ഏരിയനേക്കാളും നല്ല ഏരിയസ് നമ്മൾ കഴിഞ്ഞു പോന്നു. നമുക്ക് സറൗണ്ടിങ്സ് ഒന്ന് കാണാം. ഉണങ്ങിയ പുൽമൈതാനങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മരങ്ങൾ, ദൂരെ നമുക്ക് ഒരു മല കാണാം, അതിനകത്ത് അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ മരങ്ങൾ ഇവിടെ ഗ്യാപ്പിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ ആ ഇടയ്ക്ക് സ്പോട്ട് കാണുന്നതൊക്കെ ചെറിയ ചെറിയ പാറകളാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ പോകുന്ന വഴി കുതിരകളെ മേയ്ക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. കൂടാതെ നല്ല മനോഹരങ്ങളായ വീടുകളും നമുക്കിവിടെ കാണാം. നമ്മൾ വന്ന് വീണ്ടും ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഏരിയയിലേക്ക് എത്തി. ഇനിയും നമുക്ക് ഇവിടെ നിന്നൊരു 36 മൈല് പോകാനുണ്ട്. 52 മിനിറ്റാണ് കാണിക്കുന്നത്. യോസെമിറ്റിയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ ഈ വീഡിയോ പകർത്തുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കാണാം. ഇവിടെയൊക്കെ നമ്മളിങ്ങോട്ട് എത്തണേക്ക് മുമ്പായിട്ട് ഒരുപാട് വീടുകളൊക്കെ നമ്മൾ പോരുന്ന വഴിക്ക് കണ്ടിരുന്നു. ഒരു ഒറ്റപ്പെട്ട പ്രദേശമല്ല, പക്ഷെ എന്നാലും എന്താ പറയുന്നത്, ഫോറസ്റ്റ് ഉണ്ട്, മനോഹരമാണ്. ഹോട്ടൽ ജെഫ്രി, ചെറിയൊരു സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടോ. കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. അധികം വലിയ ടൗൺ അല്ല, കൊച്ചൊരു ടൗണാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഒരു പഴയ വണ്ടിയുടെ മുകളിൽ കുറേ പഴയ തടി കയറ്റി വെച്ച് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വണ്ടി അങ്ങനെ തന്നെ വന്നിരുന്ന് സ്റ്റക്കായി പോയതാണെന്ന് അറിയില്ല. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല നല്ല ഏരിയയിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങി. അതായത് അടിപൊളി കിടിലൻ സമ്മറായിട്ട് പോലും ആ പച്ചപ്പ്, എന്താ പറയുക, ആ കട്ട ഒരു പച്ചപ്പിലൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മുടെ ഈ റൂട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് കടകളും ഗ്യാസ് സ്റ്റേഷൻസും ഒരുപാടല്ല, അത്യാവശ്യത്തിനുണ്ട്. മറ്റ് നാഷണൽ പാർക്കിലൊന്നും പോകുന്ന പോലെയല്ല. മറ്റ് എൻട്രൻസിലൂടെ വരുമ്പോൾ ഇത്രയും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അപ്പോൾ നമുക്കിതുവരെ ഇത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി ഈ ഒരു റോഡ്. ഫൈനലി നമ്മൾ യോസെമിറ്റി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അടിപൊളി സ്പോട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇപ്പോൾ ഫോട്ടോ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ഫോട്ടോ എടുത്തതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് ഇവിടുത്തെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. 4 മണിക്ക് ശേഷമാണെങ്കിൽ റിസർവേഷൻ വേണ്ട. അത് 4 മണി വരെ റിസർവേഷൻ വേണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടുന്ന് യു ടേൺ അടിച്ച് തിരിക്കാൻ പറഞ്ഞവർ 4 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ വീണ്ടും എൻട്രൻസിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ 3 മണിക്കായിരുന്നു ആദ്യം എത്തിയിരുന്നത്. ഇപ്പോൾ 4 മണിയായി. 4 മണിക്ക് ശേഷം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാസ് തന്നു. $35. അതുപോലെ തന്നെ 2 ബുക്ക്ലെറ്റും ഒക്കെ തന്നിട്ടുണ്ട്. കൊടും വേനയ്ക്ക് മരത്തിൽ കൂടെയൊക്കെ പായൽ പിടിച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു എന്താ പറയുന്നത് ക്ലൈമറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. തന്നെയല്ല, ഇവിടെ ഒരുപാട് കരടികളൊക്കെ ഉള്ള ഏരിയയാണ്. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ കരടികളെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ പോരുമ്പോൾ എപ്പോഴും ഒരു ബെയർ സ്പ്രേ കരുതണം തീർച്ചയായിട്ടും. ഈ എൻട്രൻസിലൂടെ വരുമ്പോൾ നമുക്ക് പ്രധാന അട്രാക്ഷൻസിലേക്ക് ഏകദേശം 46 ആ ഒരു റേഞ്ചിൽ മൈൽ ദൂരം കാണിക്കുന്നുണ്ട് മിക്ക അട്രാക്ഷൻസിലേക്കും.
നമ്മൾ 6000 ഫീറ്റ് എലവേഷനിലാട്ടോ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അറിയില്ല, നമ്മൾ ശരിക്കും പറഞ്ഞൊരു 1000 ഫീറ്റിൽ ഒക്കെയാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഇവിടുത്തെ റോഡുകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു കാശ്മീർ ലുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാഫ് ഡോം കാണാൻ പറ്റില്ല എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഹാഫ് ഡോമിന് പല സ്ഥലത്തുനിന്നുള്ള വ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഇത് നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തിരി ദൂരമായിട്ട് ഫീൽ ചെയ്യും. സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഈ ഒരു കാഴ്ച മതി നമുക്ക്. സൂപ്പറായി. ഇവിടെ വന്ന ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഹാഫ് ഡോം വ്യൂവിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഹാഫ് ഡോമിൻ്റെ ഡിസൈൻ. ഒരുപാട് ഏരിയയിൽ ഇതുപോലത്തെ ഈ ഒരു സെയിം സീനറി നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലത്ത് നല്ല സമ്മറിലാണ് നമ്മൾ ഇത്രയും ഗ്രീനറി ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് തണുപ്പില്ല, പക്ഷേ എന്താ പറയുക, ചൂടില്ല. ആ ഒരു മീഡിയം ക്ലൈമറ്റാണ്. ജൂലൈയിലാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. ഈ ഹാഫ് ഡോം നമുക്ക് പല പോർഷനിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാം. ഈ റോഡിൻ്റെ എഡ്ജ് തീരെ ഇല്ല. ഇവിടെ ഇത്തിരി കൂടിയുണ്ട്. ഇതിന് മുമ്പൊക്കെ പല സ്ഥലത്തും തീരെ എഡ്ജിലായിരുന്നു. വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം, എസ്പെഷ്യലി രാത്രിയാണെങ്കിൽ. ഇതൊരു ടണലാണ്. ഈ ടണലിൽ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറി തീരും. അതാണ് വേറൊരു പ്രശ്നം. ഇതാണിപ്പോൾ നമ്മൾ വന്ന ടണല്. ഈ ടണലിൽ നിന്നുള്ള നമുക്ക് ഹാഫ് ഡോം കാണാൻ പറ്റുന്നില്ല, പക്ഷേ താഴെ നല്ലൊരു അടിപൊളി അരുവി, താഴെ ഒരു റോഡ്, അതുപോലെ തന്നെ അത് നോക്കി ഒരു അരുവി നോക്കി, സൂപ്പർ. അതുപോലെ അവിടെ ഒരു വീട് നമുക്ക് കാണാം, ഒരു ബിൽഡിങ്. നെക്സ്റ്റ് ടണൽ. യോസമിറ്റിയുടെ പ്രത്യേകത ഇതുപോലെ വലിയ പാറക്കെട്ടുകളും മരവും പൈൻ മരങ്ങൾ, സെക്വോയ എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ആ പാറയൊക്കെ തുറന്ന് അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. നമ്മളിനി അതിൽ പോകുമായിരിക്കും ഒരു പക്ഷേ. ഭയങ്കര വ്യൂ ഉണ്ടോ, നമ്മൾ നേരിട്ട് കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക, അടിപൊളി വ്യൂ ആണ്. ഇവിടെയാണ് നമ്മുടെ ദുബായ് രാജകുമാരൻ വന്ന്, ഷെയ്ഖ് ഹംദാൻ വന്ന് എന്താ പറയുന്നത്, ഒരു 130 മൈലാണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 16-28 ദിവസം എടുത്തിട്ട് ഹൈക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു സൂപ്പർ അരുവിയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും ഒരു രക്ഷയില്ലാട്ടോ. നിങ്ങൾ കാണുന്നത് നമ്മൾ കാണുന്നതിൻ്റെ ഒരു 10% മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒരു അരുവി കണ്ടതിൻ്റെ ആ അരുവിയിൽ ഒരുപാട് പേര് ഇറങ്ങി സ്വിം ചെയ്യും, കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മൈ ഗോഡ്, ഇത് വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്ന് പെട്ടുവിട്ടതേ വാട്ടർഫാള്. ഓ സൂപ്പർ. എൻ്റെ പൊന്നോ, ഈ വലിയ സമ്മറിലൊരു വാട്ടർഫാള് വന്നേക്കുന്ന നോക്കി. ഓ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നി, കിടിലം വ്യൂ എന്ന് പറഞ്ഞ കിടിലം വ്യൂ. എൻ്റെ അമ്മോ, ഈ ഒരു ഏരിയ ഒന്ന് കണ്ടു നോക്കി. ഇതെന്താ വല്ല സിനിമയുടെയും ലൊക്കേഷനാണോ? പിന്നെതാ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഈ ഒരു ഫോറസ്റ്റൊക്കെ പ്രിസർവ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയൊരു സ്പോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പ്രസിഡന്റ് റൂസ്വെൽറ്റ് 1903 ഇവിടെ വന്നിരുന്നതാണ്. നമ്മളാ കണ്ട വാട്ടർഫാൾസ് അവിടെയാണ്. മരങ്ങളേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്ന്, നമുക്ക് ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം റെഡ്വുഡ് നാഷണൽ പാർക്കായിരുന്നു. ഇത് മൈൻഡ് ബ്ലോയിങ് ആണ്, ഒരു രക്ഷയില്ല. നമുക്ക് വേഗം അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ആ മലയുടെ ഹൈറ്റ് നോക്കി. ലെഫ്റ്റ് ലൈൻ യോസമിറ്റി വാലി ഡെസ്റ്റിനേഷൻസ്.
എല്ലായിടത്തും ആളുകൾ നിർത്തി കാണലൊക്കെയാണ് കേട്ടോ. നമുക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. എവിടെ നോക്കിയാലും അവിടെ മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഈ പാറയുടെ ഹൈറ്റൊക്കെ എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ ഒരുപാട് സൈക്ലിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ റെന്റിന് എടുത്തിട്ട് പോണത്, അതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടം നമ്മൾ വരുന്ന റോഡിൽ റൈറ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം. പക്ഷേ ആദ്യം കണ്ടതാണ് കൂടുതൽ ബ്യൂട്ടിഫുള്ള്. നമ്മൾ മറ്റൊരു ഡെസ്റ്റിനേഷനിൽ നിർത്തിയേക്കുവാണ്. ഇവിടെ ഒരുപാട് പേര് ഇത് കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൈക്കിൾ ചെയ്ത് പോകുന്നത് കാണാം. പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ്. ഞാൻ വിചാരിച്ചിരുന്നത് സമ്മറിൽ ഇവിടെ അധികം കാണാനുണ്ടാവില്ല, ഫോറസ്റ്റ് ആകുമ്പോൾ എന്താ പറയുക സമ്മറിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ അതായത് കണ്ടോ എന്താ ബ്യൂട്ടി. ആളുകൾ കുളിക്കുന്നത് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു സ്ട്രീമാണിത്. എന്താ പറയണേ, ചെറിയൊരു പുഴ അല്ലേ, അടിപൊളി. എത്ര ക്ലിയർ വാട്ടറാന്ന് നോക്ക്, വൃത്തിയാവുകയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കേട്ടോ ഇവിടെ. ഇതാണ് നമ്മളിപ്പോൾ കണ്ട സ്ഥലം. മസ്റ്റായിട്ടും നിങ്ങളിവിടെ ഇറങ്ങിയിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്ഭുത ലോകത്ത് എത്തിയ പോലെ കേട്ടോ നമുക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്. ബാഹുബലിയുടെയൊക്കെ ഒരു സൈറ്റിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. സിനിമ കാണുന്നൊരു ഫീലാണ്. ആയിരക്കണക്കിന് ആൾക്കാരാട്ടോ ഇവിടെ ക്യാമ്പിങ്. എൻ്റെ പൊന്നെ, വലിയൊരു ഏരിയ ആണ്. യോസ്മേറ്റ് വില്ലേജ് എന്നാണ് വരല്ലേ. ഒന്ന് കയറിയൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ലേ. ഫാമിലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുന്ന ആളുകളാണ്. നമ്മളൊരു ക്യാമ്പ് ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിൻ്റെ വലിപ്പം. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ക്യാമ്പ് ഗ്രൗണ്ട് ഓഫീസ് എല്ലാം ഫുള്ളായിട്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വന്നാലേ നമുക്കിവിടെ ക്യാമ്പ് ഗ്രൗണ്ട് കിട്ടുള്ളൂ. പച്ച ആപ്പിള് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന ഈ മരത്തിൽ. നോക്കി, ഒരു ഷേപ്പില്ല, പക്ഷെ എന്നാലും കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിന്ന ക്യാമ്പ് ഗ്രൗണ്ട് ആ ഭാഗത്താണ്. ഒരു 200 മീറ്റർ അപ്പുറമാണ് ക്യാമ്പ് ഗ്രൗണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ ഹാഫ് ഡോമിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. വേറെ വ്യൂസ് ഒരുപാടുണ്ടാവും, പക്ഷെ നമുക്ക് ഇവിടുന്ന് ആ ഹാഫ് ഡോമിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അടിപൊളിയാണ്. പക്ഷെ ഇത് ദൂരെ നിന്ന് കാണുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായത്. ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു 1000 പേരെങ്കിലും ഉണ്ട്. നമ്മൾ കണ്ട ഒരുപാട് ക്യാമ്പ് ഗ്രൗണ്ടുകളും ആ ഭാഗത്തുണ്ട്. നമ്മളിത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മുടെ ആ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് അവിടെയായിരുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു വുഡൻ വഴി കൂടെ നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല സൂപ്പർ ഒരു വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് ഒരു ഹാഫ് ഡോമിൻ്റെ ഒരു ക്ലിയർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ടണൽ വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ കൂടെ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അടിപൊളിയൊരു വ്യൂ ആണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയും ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ഹാഫ് ഡോം. ഹാഫ് ഡോമിൻ്റെ പല ഏരിയ എന്നുള്ള കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. തന്നെയല്ല, നമ്മളിങ്ങനെ കാണുമ്പോൾ നിങ്ങളൊരിക്കലും ഹാഫ് ഡോം കാണാത്തവർ, ഇതിനെക്കുറിച്ച് അറിയാത്തവർ നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ നോർത്ത് ഫേസ് ടീഷർട്ടിൻ്റെയൊക്കെ ആ ബ്രാൻഡിൻ്റെ ഒരു എംബ്ലം തന്നെ ഈ ഒരു ഹാഫ് ഡോമിൻ്റെ സിമ്പിളാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടാൽ അറിയാം ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ
നമ്മുടെ ക്യാമ്പ് സൈറ്റുകൾ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടുത്തെ ക്യാമ്പ് സൈറ്റിലൊക്കെ വന്ന് താമസിക്കുന്നത്. നമ്മൾ ഒരെണ്ണം നോക്കിയിട്ട് ഒരെണ്ണം പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടണൽ വ്യൂ നിങ്ങൾ കാണാതെ പോകരുത്. സമയം വൈകിട്ട് 6:15. ഇന്നലെ രാത്രി 1:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. അതായത് നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും സമയം എടുത്തത്. സാധാരണ ലോസ് ആഞ്ചൽസിൽ നിന്ന് ഒരു 6 to 8 മണിക്കൂറാണ് സമയം കാണിക്കുന്നത് ഇങ്ങോട്ട് എത്താനായിട്ട്. നമ്മുടെ ലോസ് ആഞ്ചൽസ് ടു ബംഗൂർ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്. കാരണം എല്ലാവരുമായിട്ട് വരാനായിട്ട്, കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പിട്ട് ഒന്ന് വരാനായിട്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയൊരു പ്ലാനിങ്ങിലായിട്ട് വരാൻ പറ്റാതിരുന്നത്. എന്തായാലും നമുക്ക് യോസെമിറ്റി നാഷണൽ പാർക്കിൻ്റെ ഒരു 10% മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് യോസെമിറ്റി നാഷണൽ പാർക്ക് നമ്മുടെ ഈ ഒരു ക്യാമ്പ് ഗ്രൗണ്ടൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പിന്നീട് വന്ന് വീണ്ടും ഒന്ന് ചെയ്യണം. അത്ര ഹ്യൂജാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കാലിഫോർണിയയിൽ വന്നിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് യോസെമിറ്റി നാഷണൽ പാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാലിഫോർണിയയിലുള്ളവരും എല്ലാവരും കാണാത്തവർ വന്ന് തീർച്ചയായിട്ടും കാണുക. എല്ലാവരും തന്നെ കണ്ടതാണ്, നമ്മളാണ് ലാസ്റ്റ് കാണുന്നത്. ഇത് വലിയൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ വളരെ വിശാലമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും വന്നത് വളരെ ഗുണമായി. പിന്നെ ഈ സമ്മറിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സമ്മർ ആകുമ്പോൾ ചിലപ്പോൾ വാട്ടർഫാൾസിൽ നിന്നും വെള്ളം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ വളരെയധികം ചൂടായിരിക്കും, നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സമ്മർ സൂപ്പറാണ്. സമ്മറാണ് ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വിൻ്ററിലും കൂടി ഒന്ന് വരണം. അപ്പോൾ കുറേ കൂടി അധികം വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.